ശോഭയാലെ നല്ല നീരുൾ മാറിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും. നീതി സൂര്യ ശോഭയാലെ നല്ല നീരുൾ മാറിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാടുകൾ. ലോകം ഭരിച്ചിടും കർത്താവിൻ നാടുകൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലെ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ അനേക പ്രഭാഷണങ്ങൾ കർത്താവ് നടത്തിയിട്ടുണ്ട്. അത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാനും സാധിക്കുന്നുണ്ട്. അതിൽ അതിപ്രധാനമായ 3 പ്രസംഗങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗിരിപ്രഭാഷണം, മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ ഉള്ളതായ ഒലിവുമല പ്രഭാഷണം, മൂന്നാമതായി മാളികമുറി പ്രഭാഷണം യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ഇതിൽ മാളികമുറി പ്രഭാഷണം കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ധൈര്യം നൽകുന്നതും ആശ്വസിപ്പിക്കുന്നതും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. കാരണം 3.5 വർഷക്കാലം കർത്താവിനോട് ഒരുമിച്ച് നടക്കുകയും ഭക്ഷിക്കുകയും ഉറങ്ങുകയും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവർത്തികൾക്കും സാക്ഷ്യം വഹിച്ചും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിച്ചു പോന്ന ശിഷ്യന്മാരോട് കർത്താവ് അവരെ വിട്ടു പോകുന്നു എന്ന വാർത്ത അറിയിച്ചപ്പോൾ അവരുടെ ഹൃദയം കലങ്ങുവാൻ ഇടയായി. അവരുടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് അവർ വ്യാകുലപ്പെടുവാൻ തുടങ്ങി. അവർക്ക് സമാധാനവും ധൈര്യവും നൽകിക്കൊണ്ട് അരുളി ചെയ്ത വാക്യശകലമാണ് നാം വായിച്ചു കേട്ടത്. ഒന്നാമതായി കർത്താവ് പറയുകയാണ്, ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ചഞ്ചലരായ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹൃദയകലക്കത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രധാന കാരണം വിശ്വാസക്കുറവാണ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ അടുക്കലേക്ക് വെള്ളത്തിന്മീതെ നടന്നെടുത്ത പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങി. കർത്താവേ, എന്നെ രക്ഷിക്കണം എന്ന് നിലവിളിച്ചു. എന്നാൽ യേശു കർത്താവ് ഉടനെ കൈനീട്ടി അവനെ പിടിച്ചിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധേയമാണ്. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? സംശയത്തിന് അനന്തരഫലമാണ് അവിശ്വാസം. അവിശ്വാസം താഴ്ത്തിക്കളയും, തകർത്തുകളയും. തകരുവാനും അസമാധാനത്തിനും പ്രധാന കാരണം അവിശ്വാസമാണ്. എന്നാൽ കർത്താവിലും അവൻ്റെ വചനത്തിലും പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് സമാധാനമുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ ആത്മീക ക്ഷേമം എങ്ങനെയിരിക്കുന്നു? സമാധാനത്തിനുള്ള ഏക പോംവഴി ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ഇന്ന് സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നവരാണോ? യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. അവൻ നിങ്ങൾക്ക് സമാധാനം നൽകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് അത് വ്യക്തമായി പറയുകയുണ്ടായി. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ലോകം തരുന്ന സമാധാനം ലോഭമായിട്ടുള്ളതാണ്. അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം ഭൗമികമല്ല, അത് പണത്തിന് വാങ്ങാൻ കഴിയുന്നതുമല്ല. പ്രത്യുത അത് ആത്മീകമാണ്, നിത്യവുമാണ്.
പിന്നെ എന്തിന് ഒരു ദൈവവൈതൽ നിരാശപ്പെടണം? എന്തിന് ഭയപ്പെടണം? ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് പൂർണ്ണ സമാധാനം നൽകുന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിൽ ഒരു കഷ്ടവുമില്ലാത്ത മനുഷ്യർ ഉണ്ടായിരിക്കുകയില്ല. കഷ്ടത ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത സംഗതിയാണ്. പക്ഷേ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ മനുഷ്യനും കഷ്ടത അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, പ്രത്യേകിച്ച് ദൈവമക്കളുടെ ജീവിതത്തിൽ. ലോകം ദൈവമക്കളെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവർ ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണം. മാത്രമല്ല, കഷ്ടത യഥാർത്ഥ ദൈവമക്കൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വരമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ അവൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പല ആളുകളിൽ കൂടെ വരാം. വീട്ടുകാരിൽ നിന്ന്, സ്നേഹിതരിൽ കൂടെ, സഹവിശ്വാസികളിൽ കൂടെ എല്ലാം നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ കഷ്ടത കടന്നു വന്നെന്ന് വരാം. അവിടെ നാം തകർന്നു പോകാതെ ഇരിക്കണം. കഷ്ടതയ്ക്ക് ഒരു ഭക്തനെ തകർത്ത് കളയുവാനായിട്ട് സാധ്യമല്ല. അവന്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത്. മൂന്നാമത്, ലോകത്തെ ജയിച്ച ക്രിസ്തു അതിൻ്റെ മേൽ ജയം തരുവാൻ നമ്മോട് കൂടെയുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാൽവരിയിലെ ക്രൂശിൽ ക്രിസ്തു ലോകത്തെ ജയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ ഇപ്രകാരം പറയുന്നത്, 12-ാം അധ്യായം 3-ാം വാക്യം: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. യേശു കർത്താവ് ഒരു തെറ്റും കുറ്റവും ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. എന്നിട്ടും നമ്മുടെ കർത്താവ് എത്രമാത്രം കഷ്ടം അനുഭവിക്കേണ്ടി വന്നു? ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് തനിക്ക് വേണ്ടി അല്ലായിരുന്നു, നമുക്ക് വേണ്ടിയായിരുന്നു. കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കഷ്ടത സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കഷ്ടതകളും കണ്ണുനീരും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹവും കരുതലും വിശ്വസ്തയും എത്ര വലിയതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവനിൽ സമാധാനം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും. ഇതുവരെ നമ്മെ സ്നേഹിച്ച് കരുതി പരിപാലിച്ച് വഴി നടത്തിയ കർത്താവിനെ രുചിച്ചറിഞ്ഞ് തന്നെ സ്നേഹിക്കുവാനും തനിക്ക് വേണ്ടി ജീവിക്കുന്നതിനുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കുവാനും അവന് വേണ്ടി പ്രസാദമുള്ള ഒരു ജീവിതം ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനായി നമ്മെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ്റെ വചനം പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. അവനിൽ സമാധാനം കണ്ടെത്താം. അതിനായി ദൈവമായ കർത്താവ് എൻ്റെ കേൾവിക്കാരെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.